could have. could have പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എങ്ങനെയാണ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. could have പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നടക്കാതെ പോയ പാസ്റ്റിലെ, ഓർക്കുക, നടക്കാതെ പോയ പാസ്റ്റിലെ സാധ്യതകളെ സൂചിപ്പിക്കുവാനായിട്ടാണ്, പോസിബിലിറ്റീസിനെ സൂചിപ്പിക്കുവാനായിട്ടാണ് നമ്മൾ കുഡ് ഹാവ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുള്ളത്. ഓർക്കുക, നടക്കാതെ പോയ പോസിബിലിറ്റീസ് പറയുവാനായിട്ടാണ് നമ്മൾ കുഡ് ഹാവ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നുള്ള സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ കരുതി വച്ചിരിക്കുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്തത്, ഹി ഹാഡ് ഗുഡ് ഗ്രേഡ്സ് ഇൻ സ്കൂൾ. അവന് സ്കൂളിൽ നല്ല ഗ്രേഡ്സ് ഉണ്ടായിരുന്നു, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഹി കുഡ് ഹാവ് ഗോൺ ടു മെഡിക്കൽ സ്കൂൾ. അവൻ മെഡിക്കൽ സ്കൂളിന് പോകുമായിരുന്നു, പോയേനെ, മീൻസ് പോകുവാനായിട്ട് കഴിയുമായിരുന്നു. പാസ്റ്റിലെ സാധ്യതയാണ് പറയുന്നത്. ഓർക്കുക, സാധ്യതയാണ് പറയുന്നത്. ഹി കുഡ് ഹാവ് ഗോൺ ടു മെഡിക്കൽ സ്കൂൾ. അവന് മെഡിക്കൽ സ്കൂളിൽ പോകുമായിരുന്നു, അത് പോകുവാനായിട്ട് സാധിക്കുമായിരുന്നു. ബട്ട് ഹി ഡിഡിൻ. പക്ഷേ അവൻ പോയില്ല. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാസ്റ്റിലെ സാധ്യതകൾ പറയുവാനായിട്ടാണ് നമ്മൾ കുഡ് ഹാവ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഐ കുഡ് ഹാവ് ഡ്രിവൺ. ഞാൻ ഡ്രൈവ് ചെയ്യുമായിരുന്നു, ഡ്രൈവ് ചെയ്ത് പോയേനെ. പാസ്റ്റിലെ സാധ്യതയാണ് പറയുന്നത്. ബട്ട് ഐ ഡിഡിൻ. പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്തില്ല, ഡ്രൈവ് ചെയ്ത് പോയില്ല. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, യു കുഡ് ഹാവ് സ്ലെപ്റ്റ് ലോങ്ങർ. നിനക്ക് കൂടുതൽ സമയം കിടന്ന് ഉറങ്ങാമായിരുന്നു, അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. ബട്ട് യു ഡിഡിൻ. പക്ഷേ നീ ഉറങ്ങിയില്ല. നെക്സ്റ്റ്, ഇറ്റ് വുഡ് ഹാവ് റൂയിൻ എവരിത്തിങ്. ഇത് എല്ലാം നശിപ്പിക്കുമായിരുന്നു. പാസ്റ്റിലെ സാധ്യതയാണ് പറയുന്നത്. ഇറ്റ് കുഡ് ഹാവ് റൂയിൻ എവരിത്തിങ്. ഇത് എല്ലാം നശിപ്പിക്കുമായിരുന്നു. ബട്ട് ഇറ്റ് ഡിഡിൻ. പക്ഷെ അത് നശിപ്പിച്ചില്ല. നെക്സ്റ്റ്, ഷീ കുഡ് ഹാവ് വെയിറ്റഡ്. അവൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു, വെയിറ്റ് ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നു. പാസ്റ്റിലെ സാധ്യതയാണ് പറയുന്നത്. ഈ ഒരു ഐഡിയ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. ഷീ കുഡ് ഹാവ് വെയിറ്റഡ്. അവൾക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു, വെയിറ്റ് ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നു. ബട്ട് ഷീ ഡിഡിൻ. പക്ഷേ അവൾ വെയിറ്റ് ചെയ്തില്ല. നെക്സ്റ്റ്, ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ഡിസാസ്റ്റർ. ഇതൊരു ഡിസാസ്റ്റർ ആകുമായിരുന്നു, ആയേനെ. പാസ്റ്റിലെ സാധ്യതയാണ്. ഇറ്റ് കുഡ് ഹാവ് ബീൻ എ ഡിസാസ്റ്റർ. ഇതൊരു ഡിസാസ്റ്റർ ആകുമായിരുന്നു. ബട്ട് ഇറ്റ് വാസിൻ. പക്ഷേ ആയിരുന്നില്ല. ഇവിടെ വാസ് വന്നത് ബീൻ വന്നതുകൊണ്ടാണ്. ബട്ട് ഇറ്റ് വാസിൻ. പക്ഷേ ആയിരുന്നില്ല. നെക്സ്റ്റ്, വി കുഡ് ഹാവ് പെയ്ഡ് ലെസ് മണി ഇഫ് വി ഹാഡ് യൂസ്ഡ് എ കൂപ്പൺ. നമ്മൾ കൂപ്പൺ യൂസ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ച് പണം അടച്ചാൽ മതിയായിരുന്നു, കുറച്ച് പണം അടയ്ക്കുവാനായിട്ട് കഴിയുമായിരുന്നു. പോസിബിലിറ്റിയാണ്, പാസ്റ്റിലെ പോസിബിലിറ്റിയാണ്. അവർ കൂപ്പൺ യൂസ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് പണം അടച്ചാൽ മതിയായിരുന്നു. വി കുഡ് ഹാവ് പെയ്ഡ് ലെസ് മണി ഇഫ് വി ഹാഡ് യൂസ്ഡ് എ കൂപ്പൺ. ബട്ട് വി ഡിഡിൻ. പക്ഷേ നമ്മൾ കൂപ്പൺ യൂസ് ചെയ്തില്ല. നെക്സ്റ്റ്, ഷീ കുഡ് ഹാവ് ഡൺ മോർ വർക്ക് ഇഫ് ഷീ ഹാഡ് ടൈം. അവൾക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ, കിട്ടിയിരുന്നെങ്കിൽ, ഷീ കുഡ് ഹാവ് ഡൺ മോർ വർക്ക്. അവൾ കൂടുതൽ വർക്ക് ചെയ്യുമായിരുന്നു, മീൻസ് അവൾക്ക് കൂടുതൽ വർക്ക് ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നു. ഷീ കുഡ് ഹാവ് ഡൺ മോർ വർക്ക് ഇഫ് ഷീ ഹാഡ് ടൈം. ഇത് തേർഡ് കണ്ടീഷനിലുള്ളൊരു സെൻറ്റൻസാണ്.
ഇവിടെ ഈഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റിലാണ്, അതുകൊണ്ടാണ് അവിടെ 2 ഹാർഡ് വന്നിരിക്കുന്നത്. അവിടുത്തെ ഒരു ഹാർഡ് ഓക്സിലറി വെർബും ഒരു ഹാർഡ് മെയിൻ വെർബുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഹാർഡ് 2 രീതിയിൽ ആക്ട് ചെയ്യും. ഓക്സിലറി വെർബായിട്ടും ആക്ട് ചെയ്യും, അതേപോലെ ഒരു സെൻറ്റൻസിൽ മെയിൻ വെർബായിട്ടും ആക്ട് ചെയ്യും. ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. ഷീ കുഡ് ഹാവ് ഡൺ മോർ വർക്ക് ഇഫ് ഷീ ഹാഡ് ടൈം. അവൾക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ അവൾ കൂടുതൽ വർക്ക് ചെയ്യുമായിരുന്നു, കൂടുതൽ വർക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞേനെ. നെക്സ്റ്റ്, ഷീ കുഡ് ഹാവ് ഡൺ മോർ വർക്ക് ഇഫ് ഷീ ഹാഡ് ടൈം. അവൾക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ അവൾ കൂടുതൽ വർക്ക് ചെയ്യുമായിരുന്നു. തൊട്ട് മുമ്പിലത്തെ അതേ സെൻറ്റൻസ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു ഹാർഡേ ഈഫ് ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈഫിൻ്റെ ആ ഒരു പാർട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഹാർഡേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കാരണം നേറ്റീവ് സ്പീക്കേഴ്സ്, പ്രത്യേകിച്ച് അമേരിക്കൻസിന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയത്തില്ല. കാരണം അവർക്കത് പഠിക്കേണ്ട ആവശ്യമില്ല, അവരുടെ ലാംഗ്വേജാണ്. നമ്മൾ ഇംഗ്ലീഷ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വരുന്നത് കൊണ്ടാണ് കണ്ടീഷണൽ സെൻറ്റൻസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നേറ്റീവ് സ്പീക്കേഴ്സ്, പ്രത്യേകിച്ച് അമേരിക്കൻസ്, ഒരു ഹാർഡ് യൂസ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ചാൻസ്. മിക്ക പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസുകളും അവർ സിമ്പിൾ പാസ്റ്റിലാണ് സംസാരിക്കാറുള്ളത്. ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. ഷീ കുഡ് ഹാവ് ഡൺ മോർ വർക്ക് ഇഫ് ഷീ ഹാഡ് ടൈം. അവൾക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ അവൾ വർക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞേനെ. പാസ്റ്റിലെ പോസിബിലിറ്റിയാണ് പറയുന്നത്. അതിനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. ഷീ കുഡ് ഹാവ് ഡൺ മോർ വർക്ക് ഇഫ് ഷീ ഹാഡ് ടൈം. അവൾക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ അവൾ കൂടുതൽ വർക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞേനെ. നെക്സ്റ്റ്, ഷീ കുഡ് ഹാവ് ഗോൺ ടു എനി കോളേജ് ഷീ വാണ്ടഡ് ടു. അവൾ ആഗ്രഹിച്ച ഏത് കോളേജിലോട്ടും അവൾക്ക് പോകാമായിരുന്നു, അവൾക്ക് അതിന് സാധിക്കുമായിരുന്നു. പാസ്റ്റിലെ സാധ്യതയാണ് പറയുന്നത്. അതിനുള്ള അവസരം അവൾക്ക് കിട്ടിയിരുന്നു, പക്ഷേ അവൾ പോയില്ല. ഷീ കുഡ് ഹാവ് ഗോൺ ടു എനി കോളേജ് ഷീ വാണ്ടഡ് ടു. നെക്സ്റ്റ്, ഐ കുഡ് ഹാവ് ഗോൺ ഡയറക്ട്ലി ടു കോളേജ് ബട്ട് ഐ ഡിസൈഡ് ടു ട്രാവൽ ഫോർ എ ഇയർ. എനിക്ക് ഡയറക്റ്റായിട്ട് കോളേജിലോട്ട് പോകാമായിരുന്നു, കോളേജിൽ പഠിക്കുവാനായിട്ട് പോകാമായിരുന്നു, അതിനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. ബട്ട് ഐ ഡിസൈഡ് ടു ട്രാവൽ ഫോർ എ ഇയർ. പക്ഷേ ഞാൻ ഒരു വർഷത്തേക്ക് ട്രാവൽ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. നെക്സ്റ്റ്, ദേ കുഡ് ഹാവ് വോൺ ദ റേസ് ബട്ട് ദേ ഡിഡ്ന്റ് ട്രൈ ഹാർഡ് ഇനഫ്. അവർ റേസിൽ വിജയിക്കാമായിരുന്നു, അതിനുള്ള അവസരം അവർക്കുണ്ടായിരുന്നു. ബട്ട് ദേ ഡിഡ്ന്റ് ട്രൈ ഹാർഡ് ഇനഫ്. പക്ഷേ അവർ നന്നായിട്ട് പരിശ്രമിച്ചില്ല. പാസ്റ്റിലെ സാധ്യതയാണ് പറയുന്നത്. ദേ കുഡ് ഹാവ് വോൺ ദ റേസ്. അവർക്ക് റേസിൽ വിജയിക്കാമായിരുന്നു, അതിനവർക്ക് പറ്റിയേനെ. ബട്ട് ദേ ഡിഡ്ന്റ് ട്രൈ ഹാർഡ് ഇനഫ്. പക്ഷേ അവർ ശരിക്കും പരിശ്രമിച്ചില്ല. നെക്സ്റ്റ്, യു കുഡ് ഹാവ് സെൻഡ് ദാറ്റ് പാക്കേജ് ഫസ്റ്റ് ക്ലാസ്. നിനക്ക് ആ പാക്കേജ് ഫസ്റ്റ് ക്ലാസ്സിൽ അയക്കുവാനായിട്ട് സാധിച്ചേനെയും. സാധ്യതയാണ് പറയുന്നത്. അതിനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. യു കുഡ് ഹാവ് സെൻഡ് ദാറ്റ് പാക്കേജ് ഫസ്റ്റ് ക്ലാസ്. നെക്സ്റ്റ്, യു കുഡ് ഹാവ് റിട്ടേൺ ഹിം എ ലെറ്റർ. നിനക്ക് അദ്ദേഹത്തിന് ഒരു ലെറ്റർ അയക്കുവാനായിട്ട് സാധിച്ചേനെയും. അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. സാധ്യതയാണ് പറയുന്നത്, പക്ഷേ അയച്ചില്ല. യു കുഡ് ഹാവ് റിട്ടേൺ ഹിം എ ലെറ്റർ. നെക്സ്റ്റ്, ഹി കുഡ് ഹാവ് കം വിത്ത് അസ്. അവന് നമ്മളുടെ കൂടെ വരുവാനായിട്ട് സാധിക്കുമായിരുന്നു, പക്ഷേ വന്നില്ല. പാസ്റ്റിലെ പോസിബിലിറ്റിയാണ്. ഹി കുഡ് ഹാവ് കം വിത്ത് അസ്. നെക്സ്റ്റ്, വി കുഡ് ഹാവ് ഫിനിഷ് ദിസ് യെസ്റ്റർഡേ. നമുക്കിത് ഇന്നലെ തീർക്കുവാനായിട്ട് കഴിഞ്ഞേനെ. പാസ്റ്റിലെ സാധ്യതയാണ് പറയുന്നത്. അതിനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ അത് തീർത്തില്ല. വി കുഡ് ഹാവ് ഫിനിഷ് ദിസ് യെസ്റ്റർഡേ. നെക്സ്റ്റ്, ഡിഡ് യു ഫിനിഷ് ദ പ്രോജക്റ്റ്. നീ പ്രോജക്റ്റ് ഫിനിഷ് തീർത്തായിരുന്നോ? നോ, ഇല്ല. വി കുഡ് ഹാവ് ഫിനിഷ് ദിസ് യെസ്റ്റർഡേ. ഞങ്ങളത് ഇന്നലെ തീർക്കുമായിരുന്നു. സാധ്യത പറയുകയാണ്. വി കുഡ് ഹാവ് ഫിനിഷ് ദിസ് യെസ്റ്റർഡേ ബട്ട് വി ഹാഡ് ടു അറ്റൻഡ് ആൻ അർജൻറ്റ് മീറ്റിംഗ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു അർജൻറ്റായിട്ടുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാനായിട്ടുണ്ടായിരുന്നു. ബട്ട് വി ഹാഡ് ടു അറ്റൻഡ് ആൻ അർജൻറ്റ് മീറ്റിംഗ്. നെക്സ്റ്റ്, ഡിഡ് യു മീറ്റ് പ്രൊഫസർ സ്മിത്ത് അറ്റ് ദ കോൺഫറൻസ്. താങ്കൾ
പ്രൊഫസർ സ്മിത്തിനെ കോൺഫറൻസിൽ വെച്ച് കണ്ടുമുട്ടിയായിരുന്നോ? ഐ കുഡ് ഹാവ് മെറ്റ് ഹിം, ഞാൻ അദ്ദേഹത്തെ കണ്ടേനെ. ബട്ട് ഹീ ലെഫ്റ്റ് ബിഫോർ ഐ അറൈവ്ഡ്, പക്ഷേ ഞാൻ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം പോയി കളഞ്ഞു. ബട്ട് ഹീ ലെഫ്റ്റ് ബിഫോർ ഐ അറൈവ്, സാധ്യത പറയുകയാണ് ഐ കുഡ് ഹാവ് മെറ്റ് ഹിം, ഞാൻ അദ്ദേഹത്തെ കാണുമായിരുന്നു, കണ്ടേനെ. നെക്സ്റ്റ്, വൈ ഡിഡൻറ്റ് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്, നീ എന്തുകൊണ്ടാണ് ആ ജോബ് അപ്ലൈ ചെയ്യാതിരുന്നത്? വൈ ഡിഡൻറ്റ് യു അപ്ലൈ ഫോർ ദാറ്റ് ജോബ്? ഐ കുഡ് ഹാവ് അപ്ലൈഡ്, ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. ബട്ട് ഐ ഡിഡൻറ്റ് ഹാവ് ഇനഫ് എക്സ്പീരിയൻസ്, പക്ഷേ എനിക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ബട്ട് ഐ ഡിഡൻറ്റ് ഹാവ് ഇനഫ് എക്സ്പീരിയൻസ്, പാസ്റ്റ് പോസിബിലിറ്റിയാണ് പറയുന്നത്. ഐ കുഡ് ഹാവ് അപ്ലൈഡ്, ഞാൻ അപ്ലൈ ചെയ്തേനെ. നെക്സ്റ്റ്, ഡിഡ് യു ട്രൈ ദ ന്യൂ റെസ്റ്റോറൻറ്റ് ഡൗൺ ടൗൺ, നീ ഡൗൺ ടൗണിലുള്ള പുതിയ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്തായിരുന്നോ? മീൻസ് അവിടെ പോയായിരുന്നോ? ഡിഡ് യു ട്രൈ ദ ന്യൂ റെസ്റ്റോറൻറ്റ് ഡൗൺ ടൗൺ? ഐ കുഡ് ഹാവ് ട്രൈഡ് ഇറ്റ്, ഞാൻ അവിടെ പോയേനെ, അവിടുത്തെ ആഹാരം കഴിച്ചേനെ. ബട്ട് ഐ ഹേർഡ് ഇറ്റ് വാസ് എക്സ്പെൻസീവ്, പക്ഷേ അവിടെ എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ കേട്ടു. ബട്ട് ഐ ഹേർഡ് ഇറ്റ് വാസ് എക്സ്പെൻസീവ്. നെക്സ്റ്റ്, വൈ ഈസ് ജോൺ ലേറ്റ്, ജോൺ എന്തുകൊണ്ടാണ് ലേറ്റായത്? ഹീ കുഡ് ഹാവ് ഗാട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്, അവൻ ട്രാഫിക്കിൽ സ്റ്റക്കായി പോയിരിക്കും. സാധ്യത പറയുകയാണ് ഹീ കുഡ് ഹാവ് ഗാട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഹീ കുഡ് ഹാവ് ഓവർ സ്ലെപ്റ്റ്, അവൻ ഒരുപാട് നേരം ഉറങ്ങിപ്പോയിരിക്കും. ഇതേ ആൻസർ നമുക്ക് മൈറ്റ് ഹാവും ചേർത്ത് പറയാവുന്നതാണ്. ഹീ മൈറ്റ് ഹാവ് ഗാട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്, അവൻ ട്രാഫിക്കിൽ സ്റ്റക്കായി പോയി കാണും. ഹീ മൈറ്റ് ഹാവ് ഓവർ സ്ലെപ്റ്റ്, അവൻ ഒരുപാട് നേരം ഉറങ്ങിപ്പോയിരിക്കും.